രാജ്യവ്യാപകമായി ഇന്നലെ പണിമുടക്ക് നടന്നു. 25 കോടി ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും കുറേ ആളുകൾ പങ്കെടുത്തു. കേരളത്തിൽ മാത്രമായിരുന്നു വളരെ സജീവമായ ഒരു ബന്ദിൻ്റെ അല്ലെങ്കിൽ ഒരു ഹർത്താലിൻ്റെ മോഡലിലേക്ക് പോയത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നന്നായി ആളുകൾ അവരെ സ്വൈരജീവിതം നയിച്ചു എന്നുള്ളതാണ് വാർത്തകൾ കാണിക്കുന്നത്. തമിഴ്നാട്ടിൽ പോലും 3% ആളുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുത്തത്. ബാക്കി എല്ലാവരും ജോലി ചെയ്തു. സ്റ്റാലിൻ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തു. സ്റ്റാലിൻ്റെ ഉദയനിധി സ്റ്റാലിൻ ഒരുപാട് പങ്കെടുത്തു. അങ്ങനെ രാജ്യത്ത് കൊൽക്കത്ത, ബോംബെ, പിന്നെ അതുപോലെ തന്നെ ഡൽഹി, പിന്നെ നമ്മുടെ മറ്റെല്ലാ സ്റ്റേറ്റും, മദ്രാസ്, ചെന്നൈ, ഏത് സ്റ്റേറ്റ് എടുത്താലും വളരെ സജീവമായി ആളുകൾ പങ്കെടുത്തു. ഈ ജീവിത നിലവാരത്തിലേക്ക് വന്നു. അതായത് അവരുടെ പുറത്തിറങ്ങി അവർ ഓഫീസുകളിലൂടെയൊക്കെ പോയി. എന്നാൽ കുറേ തൊഴിലാളികൾ പണിമുടക്കിയില്ല നമ്മൾ പറയാൻ പറ്റില്ല. തൊഴിലാളികൾ അവരുടെ ഫാക്ടറിയിലൂടെയൊക്കെ പണിമുടക്കി. ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. പണിമുടക്ക് പലപ്പോഴും ഹർത്താലായി മാറാറുണ്ട്, ബന്ധായി മാറാറുണ്ട്. ഇന്നലെ ചാനലുകളിൽ വലിയ വാർത്തയായിരുന്നു, ഈ ചർച്ചയായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ മിനിയെപ്പോലെയുള്ള ആളുകൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ വന്നിരുന്ന് പറയുന്നത് കണ്ടു. ഞങ്ങൾ പലവട്ടം പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് കട തുറന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ മീൻ കട കത്തിക്കുമെന്നൊക്കെ, നിങ്ങളെ കത്തിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നതും, കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറി സ്വന്തം മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നപ്പോൾ അവരെ തടയുകയും ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് കൂടി വിടാതെ കാറ്റൂരി വിടുകയൊക്കെ ചെയ്ത് ഒരുപാട് മോശ സംഭവമുണ്ട്. സ്കൂളിൽ ടീച്ചർമാരെ അടച്ചിട്ടു, അരുവിക്കരയിൽ അങ്ങനെ സംഭവിച്ചു. അവസാനം അത് ആളുകൾ പോയിട്ട് പോലീസ് വന്നാണ് പൊളിച്ചത്. കാട്ടാക്കട പ്ലാവൂർ സ്കൂളിലാണെങ്കിൽ ടീച്ചർമാർ അവിടെ വന്നതിന് പിറ്റേ ദിവസം വലിയ പ്രശ്നമായി. ഇപ്പോൾ മന്ത്രി അതിനകത്ത് വലിയ ബഹളം ഉണ്ടായിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം വരുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരാളിനാണെങ്കിൽ പിന്നെ എന്താണ് ജോലി കിട്ടിയത് സ്പോർട്സ് കോട്ടയിലാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ ആക്രമണമാണ്. പണ്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇത് നടന്നിട്ടുണ്ട്. ഏത് പണിമുടക്ക് നടന്നിട്ടുണ്ട്. പലപ്പോഴും ഹർത്താലായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് ബന്ദ് പോലെ ആയിട്ടുണ്ട്. ഹർത്താലിനേക്കാൾ കുറച്ചുകൂടെ കടുപ്പമുള്ളതാണ് ബന്ദ് പോലെ, കംപ്ലീറ്റ് ബന്ദ് പോലെ ആയിട്ടുണ്ട്. അപ്പോഴും വലിയ ആക്രമണമൊന്നും നടത്താൻ പോകാറില്ല. പക്ഷേ ഇപ്പോൾ ഈ ആധുനിക യുഗത്ത് 21-ാം നൂറ്റാണ്ട്, അതേസമയം ടെക്നോ പാർക്കിലാണെങ്കിൽ സമരം നടന്നുമില്ല. ടെക്നോ പാർക്കുകളിൽ ഒരിടത്ത് സമരം നടന്നില്ല. ഈ ആധുനിക യുഗത്തിലും ഒരാൾ സമരത്തിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ മറ്റൊരാളിന് സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനും അവകാശമുണ്ട്. മാത്രമല്ല INTUC, CIT പോലുള്ള 7-8 സംഘടനകൾ മാത്രമാണ് ആഹ്വാനം ചെയ്തത്. വേറെ കുറേ സംഘടനകൾ സമരത്തിലില്ല എന്ന് പറഞ്ഞു. സമരത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന സംഘടനകളുടെ ഭാരവാഹികൾക്കും ആളുകൾക്കും ജോലിക്ക് പങ്കെടുക്കണ്ടേ? ഒരു വലിയ ചോദ്യമാണിത്. സംഘടിതമായി തല്ലുന്നു, സംഘടിതമായി തടയുന്നു, കൊന്നുകളയുമെന്ന് പറയുന്നു, കത്തിച്ചു കളയുമെന്ന് പറയുന്നു. ഇതെന്താ താലിബാനാണോ? പണിമുടക്കാൻ അവകാശമുണ്ട്. പണിമുടക്ക് ദിവസം നിങ്ങൾക്ക് പോയി പറയാനും അവകാശമുണ്ട്. ഇന്ന് ഞങ്ങൾ പണിമുടക്കാണ്, നിങ്ങളും കൂടി പണിമുടക്കണം, നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യത്തിലാണ്, നിങ്ങൾക്കും കൂടി ഗുണമുള്ളതാണ്, നിങ്ങൾ ദയവായി പണിമുടക്കണം, അല്ലെങ്കിൽ കട അടയ്ക്കണം. അപ്പോൾ അവർ പറയണം, അല്ല ഞാൻ കട തുറക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പണിക്കിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ബഹളമില്ല. ഇത് പണിമുടക്കിയവർ കുറച്ച് പേർ പണിമുടക്കിയാൽ ബാക്കിയുള്ളവരും കൂടി പണിമുടക്കിക്കോണം, അല്ലെങ്കിൽ ആക്രമിക്കും, റോഡിലിട്ട് തല്ലും. ഔഷധി എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ തന്നെ ഗോഡൗണിൽ കയറി ആ ഉദ്യോഗസ്ഥനെ റോഡിലിട്ട് പട്ടിക്ക് തല്ലും പോലെ തല്ലുകയാണ്. എന്ത് നാടാണിത്? ഇവിടെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? നമ്മൾ ഫാസിസം എന്ന് മുക്കിന് പറയുകയും ഭരണഘടന കിടന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ ഇതല്ലേ റിയൽ ഫാസിസം? ഇതല്ലേ ഗൂണ്ടായിസം? ഇതല്ലേ താലിബാനിസം? ഇത് പാടുണ്ടോ? മഹാഭൂരിപക്ഷം തൊഴിലാളികൾ അങ്ങനെ ചെയ്യുന്നവരല്ല. അവർ സമരം ചെയ്യും, മുദ്രാവാക്യം വിളിക്കും, പ്രകടനം നടത്തും, അവർ പോകും. പക്ഷെ ചെറിയ ന്യൂനപക്ഷമാണ് ഇത് ചെയ്യുന്നത്. ന്യൂനപക്ഷം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു കാരണവശാലും പാടില്ലാത്ത കാര്യമാണ്. പണിമുടക്കിൻ്റെ പേരിൽ പണിമുടക്കാത്തവരെ തല്ലുന്നതും അവരെ ഉപദ്രവിക്കുന്നതും അവരുടെ ജീവിക്കാനുള്ള അവകാശമില്ലാതാക്കുന്നതും യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. പണിമുടക്കുന്നവർ പണിമുടക്കട്ടെ, പണിമുടക്കാത്തവരോട് പണിമുടക്കണമെന്ന് പറയാം. പക്ഷെ അതിനുശേഷവും അവർ തയ്യാറായില്ലെങ്കിൽ അവരെ സ്വതന്ത്രമായി വിടുക. കാരണം ഈ രാജ്യം ജനാധിപത്യമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നവരെ തടസ്സപ്പെടുത്താൻ, പണ്ടുകാലത്ത് ഹോസ്പിറ്റൽ വിവാഹം എന്നൊക്കെ പറഞ്ഞ് ഒരു ബാനർ ഒട്ടിച്ചിരുന്നാൽ, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നാൽ ആ വണ്ടിയൊന്നും ചെയ്യത്തില്ല. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാനെന്ന് പറഞ്ഞിട്ടും മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ തിരിച്ചുകൊണ്ട് വന്നല്ലേ കഴിയുമോ, ഡിസ്ചാർജ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് പോലും വിടാതെ കാറിനെ തടഞ്ഞു വെച്ച് കാറ്റൂരി വിടുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ. അതുകൊണ്ട് സംഭവിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളെയും ട്രേഡ് യൂണിയനുകളിലുമുള്ള വിശ്വാസം ജനങ്ങൾക്ക് പ്രതിദിനം കുറഞ്ഞു വരികയുമാണ്.